ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് എബൌട്ട് ഐബ്രോ. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ചില വർക്കിനൊക്കെ പോകുമ്പോൾ മൈക്രോ ബ്ലേഡിങ് ചെയ്തിട്ടുണ്ടോ, എങ്ങനെയാണ് ഇത്രയും ഐബ്രോ ഇത്ര തിക്കായിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞുനാൾ മുതലേ അത്യാവശ്യം നല്ലപോലെ ഹെയർ ഗ്രോത്ത് എനിക്ക് ഐബ്രോയിലുണ്ട്. എൻ്റെ ഐബ്രോ കുറച്ച് ചുരുണ്ടതാണ്. അപ്പോൾ അന്ന് മുതലേ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ്, ആ ഒരു ടിപ്പ് ചെയ്തത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഇത്രയും തിക്കായിട്ട് എൻ്റെ ഐബ്രോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് ആദ്യമായിട്ട് ഞാൻ എൻ്റെ വാപ്പ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ആർക്കും നല്ലതുപോലെ ഹെയർ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആണുങ്ങൾ ചെയ്യുമല്ലോ, ഇങ്ങനെ മീശ ചീകിയിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യും. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ ഐബ്രോ ചീകിയിട്ട് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യാറുണ്ട്. അത് എൻ്റെ ഒരു +1 +2 കാലഘട്ടം മുതലേ ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ബിക്കോസ് എൻ്റേത് ഒരു ചെറിയ ചുരുളമുടി ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കൺപോള ഇങ്ങനെ ചിമ്മുമ്പോഴേക്കും ഈ ഐലാഷസ് അതിപ്പോൾ ഇങ്ങനെ ലോക്കായി കിടക്കും. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ വയ്ക്കുമ്പോഴേ അത് കണ്ണ് പ്രോപ്പർ ആവുള്ളൂ. ആ ഒരു ഇത് മാറാനായിട്ടാണ് അന്നത്തെ എൻ്റെ ഒരു അറിവിൻ്റെ ഒരു പരിധി വെച്ച് ഞാനത് കട്ട് ചെയ്യുന്നത്. പക്ഷേ സ്ഥിരമായി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം എപ്പോഴും ഞാൻ ത്രെഡ് ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പോൾ മാത്രമേ ഞാൻ ത്രെഡ് ചെയ്യാറുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഐബ്രോ ട്രിം ചെയ്യാറാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഐബ്രോസ് ഇല്ലാത്ത നിങ്ങൾക്കും ഞാൻ ഈ കാണിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് ചീകി ട്രിം ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ സ്ഥിരമായി ഇങ്ങനെ ട്രിം ചെയ്താൽ നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് നിങ്ങൾ ഐബ്രോ വളരും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കുക. എല്ലാവരും ആദ്യം ഈ 2 സാധനം, ചിലരുടെ വീട്ടിലൊക്കെ ആണുങ്ങളൊക്കെ ഉള്ളവരുടെ വീട്ടിൽ ഇതുണ്ടാവും. ഈ 2 സാധനം എപ്പോഴും നിങ്ങൾ കരുതുക. എന്നിട്ട് ഒരാഴ്ച കൂടുമ്പോഴോ 2 ആഴ്ച കൂടുമ്പോഴോ നിങ്ങൾ ഐബ്രോസ് ഇത് ചീകി കട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ എനിക്ക് അത്യാവശ്യം വളർന്നിട്ടുണ്ട്, കണ്ടോ. ഇങ്ങനെ ചീകി ഇതേ കണ്ടോ, ഒരുപാട് ഹെയർ വന്നിട്ടുണ്ട്. അപ്പം ഞാനത് പ്രോപ്പറായിട്ട് ക്യാമറയിൽ കാണുന്നുണ്ടോ? എനിക്ക് അത്രയും തിക്കായതുകൊണ്ടാണ് എനിക്ക് ചീകുമ്പോൾ പ്രോപ്പറായിട്ട് കിട്ടാത്തത്. നിങ്ങൾക്കൊക്കെ പെടയാതെ നല്ല രീതിയിൽ കിട്ടും. കെട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഷേപ്പിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതും തമ്മിലുള്ളൊരു വ്യത്യാസം കാണുന്നുണ്ടോ? അപ്പോൾ ത്രെഡ് ചെയ്യാൻ പറ്റാത്തവർ ത്രെഡ് ചെയ്താലും നന്നായിട്ട് മുടി വളരാറുണ്ട്. അത് നിർബന്ധിച്ച് പറയുന്നില്ല. നമ്മുടെ ഒരു പലതും പറയാറുണ്ടല്ലോ, ത്രെഡിങ് ഹറാമാണ്, അങ്ങനെയാണ്. അതൊന്നും തൽക്കാലം ഞാൻ പറയുന്നില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടം, അവരവരുടെ പാവം എന്തെങ്കിലും ആവട്ടെ, ആവശ്യം സംസാരിക്കേണ്ട. അപ്പോൾ ഇത് ഇനി ഐബ്രോസ് ഇല്ലാത്തവർക്കും 1-2 ദിവസം ഇങ്ങനെയൊക്കെ ഒന്ന് ചീകി നിങ്ങൾ കട്ട് ചെയ്ത് നോക്കിയാൽ നെക്സ്റ്റ് വീക്കിൽ നന്നായിട്ട് കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഉണ്ടാകും. കണ്ടോ, കട്ട് ചെയ്ത പീസ് ചീകള. ഈ ബ്രഷ് ഇല്ലെങ്കിലും മസ്കാരയുടെ ബ്രഷ് ഉണ്ടല്ലോ, മസ്കാര കഴിഞ്ഞു പോയതിൻ്റെ ആ ഒരു ബ്രഷ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കോംബ് ചെയ്യാൻ പറ്റും. ഒന്ന് കോംബ് ചെയ്ത് സെറ്റ് ചെയ്യുമ്പോഴേക്കും ഐബ്രോ സെറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഐബ്രോ നന്നായിട്ട് വളർന്നിരിക്കും. ഒരുപാട് പേര് ഒരുപാട് പ്രോഡക്റ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്, അങ്ങനെയും ഹെയർ ഗ്രോത്ത് ചെയ്യാറുണ്ട്. ഇത് പിന്നെ നമുക്ക് സ്ഥിരം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, ഈസി പ്രോസസ്സ്. അപ്പം ഈ 2 സാധനം വാങ്ങിക്കാം. നല്ല രീതിയിൽ നിങ്ങൾ ഐബ്രോ ഒന്ന് ട്രിം ചെയ്ത് തുടങ്ങിക്കേ. എന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഐബ്രോയിൽ നിങ്ങൾക്ക് വരുന്ന വ്യത്യാസം എന്തെന്ന് നോക്കിയിട്ട് കമൻറ്റ് ബിലോ. ഓക്കെ, സീ യു.